ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, കന്നിമാസം മുതൽ ദൈവികമായ അനുഗ്രഹം സിദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കന്നിമാസം മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ദൈവികമായ കടാക്ഷം കൊണ്ട് എല്ലാവിധ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ അത്യുന്നതമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ജോലിയിൽ വലിയ നേട്ടങ്ങളുടെ സ്ഥിതി വരുന്നു. സാമ്പത്തികമായ അത്യുന്നതമായ അവസ്ഥകളും ഉയർച്ചകളും എല്ലാവിധ ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നു. കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഒക്കെ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ ആനുകൂല്യത്തോടു കൂടിയുള്ള അവസരങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാവിധ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈശ്വരാനുഗ്രഹം, ഈശ്വരീയമായ കടാക്ഷം കൊണ്ട് ലഭിക്കുന്ന ഈ അസുലഭമായ സാഹചര്യങ്ങൾ അവർ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ തന്നെ കണ്ടെന്നു വരും. എല്ലാവിധ ഉയർച്ചകളും അവർക്കുണ്ടാകും. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. ജീവിതത്തിൽ ഒട്ടനവധി ദൈവികമായ ചൈതന്യം നിറയുന്ന ഈ നക്ഷത്രക്കാർക്ക് കന്നിമാസം മുതൽ വലിയ ഉയർച്ചകൾ തന്നെ വന്നു ചേരുന്നു. മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നടന്നിരുന്ന വലിയ സ്വപ്ന പദ്ധതികൾ ഒക്കെ നടക്കാനുള്ള അവസരങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. എല്ലാവിധ ഉയർച്ചകളും അവർക്ക് വരുന്നു. എല്ലാ നിലയിലും അവർ ഉയർന്നു പോകുന്ന ഒരു അവസ്ഥകൾ വരുന്നു. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. സാമ്പത്തിക ഉയർച്ചകൾ, ബിസിനസ് സംബന്ധമായും ഒക്കെ വലിയ ഭാഗ്യം വരെ സിദ്ധിക്കാൻ സാധിക്കുന്ന അവസ്ഥകളാണ് ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് വലിയ ഉയർച്ചകളാണ് വരാൻ പോകുന്നതും. അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച വളരെ അത്യുന്നതമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു. അതിനുള്ള കാരണം ദൈവികമായ പരിവേഷം അവരുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് മാത്രമാണ്. അവർ ക്ഷേത്ര ദർശനം, ദേവാലയ ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ ഒക്കെ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമ്പന്നമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും. എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഉണ്ടാകും. എല്ലാ ആനുകൂല്യത്തോടു കൂടിയും അവർക്ക് മുന്നോട്ട് പോകാൻ, അവരുടെ ജീവിതം സമ്പന്നമാക്കാൻ ഒക്കെ സാധിക്കുന്ന സുലഭമായ സാഹചര്യങ്ങളാണ്, അനുകൂലമായ അവസരങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന, സാമ്പത്തിക അഭിവൃദ്ധി നേടുന്ന, എല്ലാവിധ ഉയർച്ചകളും, കുടുംബത്തിൽ ഐശ്വര്യം, സമാധാനം, സമൃദ്ധി, സന്തോഷം ഒക്കെ വന്നു ചേരുന്ന അവസരങ്ങളാണ്. തൊഴിൽ രംഗത്തൊക്കെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കർമ്മരംഗത്ത് ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന അസുലഭമായ ഒട്ടനവധി നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന, പുതിയ തൊഴിൽപരമായും സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലും പുതിയ മേന്മകൾ ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ എന്തും തുറക്കം കുറിക്കാൻ സാധിക്കുന്ന അസുലഭമായ സമയങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അവരുടെ മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്ന പല ആശയങ്ങളും രൂപപ്പെട്ട് അതിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടുപോകാനൊക്കെ അവർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്ന. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, കുടുംബത്തിൽ ദൈവികമായ ഐശ്വര്യം നിലനിൽക്കുന്ന വലിയ ഉയർച്ചയുടെ സമയം കൂടിയാണ് അവർക്ക് വരാൻ പോകുന്നത്. ദൈവികമായ കടാക്ഷം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന അവസ്ഥകൾ ഉണ്ടാകും. അനുകൂലമായ ഈ സമയം അവർ പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കണം. അതിനുവേണ്ടി അവർ ക്ഷേത്ര ദർശനം, ദേവാലയ ദർശനം ഒക്കെ നടത്തി വഴിപാടുകൾക്ക് സമർപ്പിക്കണം. ജന്മനക്ഷത്രത്തിലാണെങ്കിലും അവരുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയൊക്കെ വഴിപാടുകൾ, ക്ഷേത്ര ദർശനം, ഇതുപോലെ തന്നെ പ്രാർത്ഥനകൾ, പൂജകളൊക്കെ നടത്തുമ്പോൾ വലിയ ഉയർച്ചകൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സുലഭമായ ഒട്ടനവധി സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നു. അതുപോലെ തന്നെ എല്ലാവിധ ദൈവികമായ അനുഗ്രഹവും അവർക്ക് വരുന്ന സമയമാണ് കന്നിമാസം മുതൽ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന, എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി ദൈവികമായ അനുഗ്രഹം വന്നു ചേരുന്ന, എല്ലാവിധ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്ന, സാമ്പത്തികപരമായി വളരെയധികം ഉന്നതിയിലെത്തുന്ന സമയം കൂടിയാണ് ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൊണ്ട് തന്നെ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒട്ടനവധി വഴിത്തിരിവുകളും മാറ്റങ്ങളും ഒക്കെ വന്നു ചേരുന്ന, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനലാഭം ഒക്കെ വന്നു ചേരുന്ന, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ മാറി
വലിയ അനുഗ്രഹത്തോടുകൂടി ജീവിതം സമ്പന്നമാക്കാൻ പോകുന്ന സുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അത്യപൂർവമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വലിയ തടസ്സങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധിയൊക്കെ വരുന്നു. തൊഴിൽപരമായ ഒട്ടനവധി നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്ന സുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവിധ ഉയർച്ചകളും അവർക്കുണ്ടാകുന്നു. എല്ലാവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വലിയ വലിയ നേട്ടങ്ങൾ, തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്നു. ഐശ്വര്യം, സമാധാനം, സമൃദ്ധിയൊക്കെ വന്നു ചേരുന്നു. സാമ്പത്തിക ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പൂരാടം നക്ഷത്രക്കാർക്കും എല്ലാവിധ തടസ്സങ്ങളും സകലവിധ ദുരിതങ്ങളൊക്കെ മാറി വലിയ ഉന്നതിയിലേക്ക് മാറുന്ന സുലഭമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. കന്നിമാസം മുതൽ വലിയ നേട്ടങ്ങളുടെ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നു. എല്ലാവിധ ഉയർച്ചകളും നേട്ടങ്ങളും സമൃദ്ധമായ അവസ്ഥകളും ഒക്കെ വന്നു ചേരുന്നു. വ്യാപാരം, വ്യവസായം രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യം, സമൃദ്ധി ഒക്കെ വന്നു ചേരുന്ന ദൈവാനുഗ്രഹം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിജയത്തിന്റെ സോപാനങ്ങൾ ചവിട്ടാൻ സാധിക്കുന്ന സുലഭമായ സാഹചര്യങ്ങൾ ഇവർക്ക് വരുന്നു. കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. വലിയ അഭിവൃദ്ധികൾ, വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ചകളൊക്കെ വന്നു ചേർക്കാം അസുലഭമായ സാഹചര്യങ്ങൾ വരുന്നു. ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം, സമൃദ്ധി, സർവ്വസൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈശ്വര പ്രാർത്ഥന, ഈശ്വര വിശ്വാസം, ഇതിലൂടെ മുന്നോട്ട് പോവുക. എല്ലാവിധ ഉയർച്ചകളും ഇവരുടെ ജീവിതത്തിൽ കന്നിമാസം മുതൽ ഉണ്ടാകാൻ പോകുന്നു. തൊഴിൽപരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാവിധ ഉയർച്ചകളും അവർക്ക് വന്നു ചേരുന്നു. അപ്രതീക്ഷിത ധനലാഭം ഒക്കെ വന്നു ചേരുന്നു. മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വളരെ സമ്പൂർണമായ ഐശ്വര്യപൂർണമായ ദൈവികാനുഗ്രഹം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ ഒരു മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനലാഭം, സാമ്പത്തിക അഭിവൃദ്ധി ഇവയൊക്കെ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഐശ്വര്യം, സന്തോഷം, സമാധാനം ഒക്കെ വന്നു ചേരുന്നു. ദൈവികമായ അനുഗ്രഹം കൊണ്ട് കുടുംബത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകുന്നു. എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന, എല്ലാവിധ നേട്ടങ്ങൾ കൊണ്ട് കുടുംബത്തിൽ സമ്പന്നമാകുന്ന, സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന, അപ്രതീക്ഷിത ധനഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്നു. എല്ലാവിധ സമൃദ്ധമായ അവസ്ഥകളും ജീവിതത്തിൽ ഉണ്ടാകുന്നു. എല്ലാ തടസ്സങ്ങളും ഒക്കെ മാറി എല്ലാവിധ ഉയർച്ചകളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഈശ്വരാനുഗ്രഹവും ഈശ്വര വിശ്വാസവും കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന അവസ്ഥ അത് പരിപൂർണമാക്കുന്നതിന് അവർ ക്ഷേത്രദർശനം, ദൈവികമായ ദേവാലയങ്ങളൊക്കെ ദർശനം നടത്തി വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. എല്ലാ മേഖലയിലും വെല്ലുവിളി പാലിക്കാൻ സാധിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ അസുലഭമായ സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്താനങ്ങളുടെ ഉയർച്ചയും ഒക്കെ സമ്പൽ സമൃദ്ധമായ അവസ്ഥയും ഒക്കെ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധമായ അവസ്ഥകൾ ദൈവികമായ അനുഗ്രഹം കൊണ്ടും ഈശ്വരീയമായ കാരുണ്യം കൊണ്ടും മാത്രമാണ് സംഭവിക്കുന്നത്. അതിനുവേണ്ടി അവർ അതിന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നതിനും തടസ്സങ്ങൾ മാറ്റേണ്ടത് ആവശ്യമാണ്. അവരുടെ ഗ്രഹനില ജാതകമൊക്കെ പരിശോധിച്ച് അതിനുള്ള തടസ്സങ്ങളും പരിഹാര മാർഗങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ട് പരിപൂർണമായും ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. എല്ലാവിധ ഉയർച്ചകളും ഇവർക്കുണ്ടാകും. ഈശ്വരാനുഗ്രഹവും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഉദ്യമങ്ങളുമൊക്കെ അവർ ചെയ്യുക. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും. എല്ലാവിധ ഉയർച്ചകളും ഇവർക്കുണ്ടാകും. എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ. എല്ലാവിധ സമ്പൽ സമൃദ്ധമായ അവസ്ഥകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.